ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന. അപ്പോൾ ഇന്ന് ഒരു പുതിയ സ്റ്റോറിയാണ്. ചന്ദ്രൻ ചെറിയച്ഛൻ്റെ ഒപ്പം അന്ന് പെണ്ണ് കാണാൻ പോകുമ്പോഴേ ഞാൻ രേണുക ചേച്ചിയെ ശ്രദ്ധിച്ചിരുന്നു. അതായത് ചേച്ചിക്ക് ചെറിയച്ഛനേക്കാൾ ഒരല്പം പൊക്ക കൂടുതലുണ്ടെന്ന കാര്യം. എനിക്ക് ആ സമയം നല്ല മുടിയും ചന്തമുള്ള കണ്ണുകളും ഒക്കെയുള്ള പെൺകുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. രേണുക ചേച്ചിക്കാണെങ്കിൽ നിതംബം മൂടുന്ന മുടിയുമുണ്ട്. പിന്നെ എന്താണെന്നറിയില്ല, എൻ്റെ പ്രായത്തിലുള്ളവരെക്കാളും എനിക്ക് കൂടുതലും ഇഷ്ടം ചേച്ചിമാരോടുമായിരുന്നു. അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. ഒറ്റ മകനായി ജനിച്ചതുകൊണ്ടും എൻ്റെ അമ്മ രണ്ടാമത്തെ പ്രസവത്തിൽ മരിച്ചതുകൊണ്ടും എനിക്ക് എന്നെ കൂടുതൽ സ്നേഹിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും എല്ലാം അയൽവക്കത്തുള്ള ചേച്ചിമാർ തന്നെയാണ്. പക്ഷെ അന്നൊന്നും ഞാൻ ഇതുപോലെ ആകർഷിക്കപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ രേണുക ചേച്ചി എൻ്റെ മനസ്സിലെ സ്ത്രീരൂപത്തോട് അടുത്ത് നിൽക്കുന്നതുമാവാം. ചേച്ചി എന്ന വിളിയും തോന്നലും കല്യാണശേഷം ചെറിയമ്മ എന്നായി ഭവിച്ചു. എൻ്റെ ആദ്യത്തെ അനുഭവം ഈ രേണുക ചെറിയമ്മയോടൊത്തായിരുന്നു. അതാണ് ഈ കഥ. ഞങ്ങളുടെ വീട് പഴയൊരു നാലുകെട്ടാണ്. മുത്തശ്ശിയും ജോലിക്കാരും ഉൾപ്പെടെ 15 പേരുണ്ട് വീട്ടിൽ. അടുക്കള തന്നെ 2 എണ്ണമുണ്ട്. കുളപ്പുരയും നെല്ല് മെതിക്കുന്ന കളവും എല്ലാം ആ പുരയിടത്തിൽ തന്നെയാണ്. കഥയിലേക്ക് വരാം. ചന്ദ്രൻ ചെറിയച്ഛൻ്റെ കല്യാണം നടക്കുമ്പോൾ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുകയായിരുന്നു. 10ാം ക്ലാസ്സിന് ശേഷം തുടർന്ന് പഠിക്കാൻ പോണ്ടാന്ന് വിചാരിച്ചതാണ്. ഗൾഫിലെ ചെറിയച്ഛന്മാരോട് ഇലക്ട്രോണിക് ഷോപ്പിൽ നിൽക്കാലോ എന്നും കരുതി. അങ്ങനെ 2 വർഷം പോയി. അപ്പോഴേക്കും എനിക്ക് 18 കഴിഞ്ഞിരുന്നു. അതിൻ്റേതായ ഗുണമൊന്നും പറയാനുമില്ല. കാണാനൊരല്പം വെളുത്ത് മെലിഞ്ഞ് പൊടിമീശയുള്ള പയ്യൻ. ശരിക്കുള്ള പേര് ഹരികൃഷ്ണൻ എന്നാണെങ്കിലും കിച്ചു എന്നാണ് എൻ്റെ സ്ഥിരമായ വിളിപ്പേര്. പ്രായത്തിൻ്റെ കുസൃതികളെല്ലാം എനിക്കുണ്ടായിരുന്നു. സ്ത്രീകളെ അവരറിയാതെ സൗന്ദര്യം ആസ്വദിക്കാനും ഞാൻ 13 വയസ്സാകുമ്പോഴേ പഠിച്ചു. അതുപോലെ വേറെ ചില കാര്യങ്ങളും ഞാൻ 2 വർഷം മുൻപേ തുടങ്ങിയിരുന്നു. അത് ചിന്നൻ പകർന്ന അറിവാണ്. ചിന്നനാണ് കോളേജിലെ എൻ്റെ പ്രധാന കൂട്ട്. എന്നെക്കാളും പ്രായമുണ്ട്. ചിന്നൻ കുറേ നാളായി എൻ്റെ അയൽക്കാരി കൂടിയായ ധന്യയെ നോട്ടമിട്ടിരുന്നു. അതിന് സഹായമായിട്ടാണ് അവൻ എന്നെ ചങ്ങാതിയാക്കിയതും. നേര് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് എന്നെ വലിയ വിശ്വാസമാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. അവൻ എന്നെ പലപ്പോഴും കൂടെ കൂട്ടുമായിരുന്നു. ധന്യ ശനിയും ഞായറുമായാൽ പലപ്പോഴും എന്നെ ഇങ്ങോട്ട് വന്ന് വിളിക്കും. അവൾ മാത്രമല്ല, കൂടെ കൂട്ടുകാരികളും കാണും. അതൊക്കെ ഞാൻ പിന്നെ പറയാം. അന്ന് വരെ ചെറിയച്ഛൻ്റെ ഒപ്പം കിഴക്കിനെ മുറിയിൽ കിടന്നിരുന്ന ഞാൻ രേണുക ചെറിയമ്മ വന്നതോടെ പുറത്താക്കപ്പെട്ടു. എങ്കിലും മേലെ അകത്തളത്തിൽ ഒരു ദിവാനുണ്ട്. അതിലായി പിന്നീട് എൻ്റെ കിടത്തം. പകലും അവിടെ കിടക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പുറത്തെ മാന്തോപ്പിലേക്കാണ് ജനൽ തുറന്നാലുള്ള കാഴ്ച. കല്യാണം കഴിഞ്ഞുടനെ ചെറിയച്ഛനും ചെറിയമ്മയും ബാംഗ്ലൂരിലേക്ക് പോകുമെന്നായിരുന്നു കേട്ടത്. പക്ഷെ അത് നടന്നില്ല. പുതുപ്പെണ്ണല്ലേ, കുറച്ചു ദിവസം ഇവിടെ നിന്നോട്ടെ, എല്ലാവരുമായും ഒന്ന് പരിചയമായി കഴിഞ്ഞിട്ട് മതിയെന്ന് മുത്തശ്ശിയും പറഞ്ഞു. എല്ലാവരും എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് മക്കൾ 6 പേരുണ്ട്. അവരുടെ കുട്ടികളുമുണ്ട്. എൻ്റെ പ്രായത്തിൽ ആരുമില്ല. എല്ലാവരും ചെറുപ്രായമാണ്. ചിലർ തഞ്ചാവൂരിലും ചിലർ നാഗപട്ടണത്തുമാണ്. ഇവിടെ ഇപ്പോൾ മുതിർന്ന ആൺതരി ഞാൻ മാത്രമാണ് കേട്ടോ. ചെറിയച്ഛൻ ബാംഗ്ലൂരിലാണ് ജോലി, തീവണ്ടി ആപ്പീസിൽ. അതുകൊണ്ടാവാം ആള് നല്ല പോലെ പുക ഊതി വിടുന്നതും എന്തോ ഇല പൊടിച്ച് സിഗരറ്റിൽ വെക്കുന്നതും കണ്ടിട്ടുണ്ട്. ചിന്നൻ എനിക്കൊരിക്കൽ തന്നിട്ട് ഞാൻ വല്ലാതെ ചുമച്ചു. അതിനാൽ ആ പണിക്ക് പിന്നീട് നിന്നിട്ടുമില്ല. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോൾ ചെറിയമ്മയുടെ അടക്കിയുള്ള തേങ്ങലും കരച്ചിലും പാതിരാത്രികളിൽ ദിവാനിൽ കിടന്നുറങ്ങുമ്പോൾ ഞാൻ കേട്ടിരുന്നു. പലപ്പോഴും എനിക്കതിന് ശേഷം ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ കല്യാണത്തിന് ശേഷം 8 ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയച്ഛൻ ബാംഗ്ലൂരിലേക്ക് തിരികെ പോയി. ചെറിയച്ഛൻ പോയപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും എന്നോട് ചെറിയമ്മയുടെ കൂടെ തന്നെ പഴയ മുറിയിൽ കിടന്നോളാൻ പറഞ്ഞു. അമ്മയില്ലാത്ത കുട്ടിയായതുകൊണ്ടാവാം എന്ന് ഞാൻ ഓർത്തു. അവന് രാത്രി ചിലപ്പോൾ പേടി സ്വപ്നം വരും, ഒന്ന് നോക്കിക്കോണം എന്ന് മുത്തശ്ശി ചെറിയമ്മയോട് പ്രത്യേകം പറയുകയും ചെയ്തു. അതൊക്കെ എനിക്ക് പണ്ടായിരുന്നു. സ്വപ്നം കണ്ടാൽ വിറയ്ക്കുന്നതും കരയുന്നതുമൊക്കെ. ഏതാണ്ട് 5 വയസ്സിലാണെന്ന് തോന്നുന്നു. മുത്തശ്ശിക്ക് ഇപ്പോഴും ഞാൻ ചെറിയ കുട്ടിയാണ്. ഞാൻ തനിച്ച് ദിവാനിൽ കിടക്കുമ്പോഴും നേരെയുള്ള മുത്തശ്ശിയുടെ മുറിവാതിൽ അടയ്ക്കാറില്ലായിരുന്നു. എന്നെ അത്രയ്ക്കിഷ്ടമാണ്.
ചെറിയമ്മ പക്ഷേ മുത്തശ്ശി എന്നെക്കുറിച്ച് പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി എന്ന് പറയുകയും ചെയ്തു. ഒപ്പം അടുത്ത് നിന്ന് എന്നെ ചേർത്ത് പിടിച്ച് മുടിയിൽ തലോടി. എനിക്കും അതിൽ സന്തോഷമായി. മുത്തശ്ശിക്ക് ശേഷം അത്രയും സ്നേഹവും വാത്സല്യവുമുള്ള ആലിംഗനം അതായിരുന്നു. ഇല്ലിക്കൽ കല്ലിനെ മഞ്ഞുകൊണ്ട് പൊതിയുന്ന സുഖം. കോളേജിലേക്ക് ഞാൻ സൈക്കിളിലാണ് പോയി വരിക. ആ ദിവസം തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരു വളവിൽ വെച്ച് സൈക്കിളിൽ നിന്ന് ഞാനൊന്ന് വീണു. കൈമുട്ടിൻ്റെ തൊലി പോയി. വീട്ടിലേക്ക് എത്തിയതും മുത്തശ്ശി ചോര കണ്ട് പേടിച്ചുപോയി. ചെറിയമ്മയോട് എന്നെയും കൂടി വേഗം വൈദ്യരുടെ അടുത്ത് ചെല്ലാനും പറഞ്ഞു. ഒരാഴ്ച എന്തായാലും മുറിവുണങ്ങാനെടുക്കുമെന്ന് വൈദ്യൻ പറഞ്ഞതോടെ ചെറിയമ്മ തന്നെ മുറിവിൽ മരുന്ന് പുരട്ടിത്തരുന്ന പണി ഏറ്റെടുത്തു. ഉമ്മറത്ത് ചെറിയമ്മമാരുടെ പിള്ളേരുടെ ഒപ്പം ഇരിക്കുമ്പോൾ ദുബായിൽ നിന്നും അച്ഛൻ്റെ ഫോൺ വന്നു. ഞാൻ സംസാരിച്ചു. വഴക്ക് പറഞ്ഞു നശിപ്പിച്ചു. സൈക്കിൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചു പോവാനും പറഞ്ഞു. അന്നാണ് ചെറിയമ്മയുടെ കൂടെ ഞാൻ ആദ്യമായിട്ട് ഉറങ്ങുന്നത്. വയലറ്റ് സാരിയാണ് ചെറിയമ്മയുടെ വേഷം. റോസ് നിറമുള്ള ബ്ലൗസും. മുടിയിൽ നിന്നും പ്രത്യേക വാസനയുണ്ടായിരുന്നു. ചരിഞ്ഞു കിടന്നുറങ്ങുന്ന ആ നിതംബേശ്വരിയുടെ കൊഴുത്ത ദേഹത്ത് ചേർന്ന് കിടക്കാൻ എന്നെ ആരോ തോന്നിപ്പിച്ചു. ഞാൻ സ്വയം നിയന്ത്രിക്കുമ്പോഴും ജൂനിയർ കിച്ചു അതിനായി പ്രേരിപ്പിച്ചു. ഒടുവിൽ മറ്റു വഴികളില്ലാതെ ചെറിയമ്മയെ അണിവയറിൽ കൂടെ കൈയിട്ട് വട്ടം പിടിച്ചുകൊണ്ട് ഞാൻ കിടന്നു. ചെറിയമ്മ ആ നിമിഷം ഒന്ന് ഞെട്ടിയത് ഞാൻ അറിഞ്ഞു. പക്ഷേ കയ്യിലെ മുറിവ് അനങ്ങാതെ ഇരിക്കാനാണോ ആവോ ചെറിയമ്മ ഒന്നും മിണ്ടിയില്ല. ഞാൻ ഒരിത്തിരി നേരം കൂടെ അതുപോലെ കിടന്നു. ചെറിയമ്മയുടെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് ഞാൻ കിടന്നു. ഒരു പെണ്ണിൽ അലിഞ്ഞു ചേരാൻ എൻ്റെ ഉള്ളു വെറിപൂണ്ട് നിൽക്കുകയായിരുന്നു. അതിന് പക്ഷേ ചെറിയമ്മ കൂടെ മനസ്സാൽ വിചാരിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ ബലം പ്രയോഗിക്കാൻ നിന്നില്ല. അത് ചെറ്റത്തരമാണെന്ന് ചിന്നൻ എന്നെ പഠിപ്പിച്ചിരുന്നു. കഴിഞ്ഞ കുറേ ദിവസം ചെറിയമ്മ എന്തിനായിരിക്കും രാത്രി കരഞ്ഞതെന്ന് എനിക്കറിയണമെന്ന് തോന്നി. പക്ഷേ ചോദിക്കാനുള്ള ധൈര്യം തീരെ ഉണ്ടായില്ല. ചെറിയമ്മ കുറച്ചു നേരത്തിന് ശേഷം എൻ്റെ കൈ പയ്യെ മാറ്റാൻ പൊക്കിയതും ഞാനൊന്ന് ഇറുക്കി പിടിച്ചതും മണിക്കിലുക്കം പോലെ ഒരു പതിഞ്ഞ ചിരി എൻ്റെ കാതുകളിലേക്കെത്തി. എനിക്ക് വിശ്വസിക്കാനായില്ല. ചെറിയമ്മ എന്തേ ഉറങ്ങാത്തത്? എനിക്ക് കയ്യിൽ നീറുന്നത് കൊണ്ടാണ് സ്വയം ഞാൻ ചോദിച്ചു. പിന്നെയും ഒന്നുകൂടെ ചേർന്ന് കെട്ടിപ്പിടിച്ചതും കിച്ചു എന്നൊരു വിളി. ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടി. പിന്നെ എന്തോ ഞാൻ ചെറിയമ്മയിൽ നിന്നും അകന്നു മാറി തിരിഞ്ഞു കിടന്നു. അപ്പോഴും ഉറക്കം വരുന്നില്ലായിരുന്നു. ഞാൻ കട്ടിലിൻ്റെ ഒരറ്റത്തും ചെറിയമ്മ ഇങ്ങേയറ്റത്തും. മുറിവിൻ്റെ വേദന കൊണ്ട് ഞാൻ അധികം ഉറങ്ങിയില്ല. മാത്രമല്ല പുലർച്ചെ എപ്പോഴും എണീറ്റപ്പോൾ ജനലിൻ്റെ അരികിൽ ഞാൻ പോയി കുറേ നേരം ഇരുന്നു, നിലാവിലേക്ക് നോക്കിക്കൊണ്ട്. ഉറക്കം വരാതെ തന്നെ ഞാൻ വീണ്ടും കിടക്കയിൽ കിടക്കാൻ നേരം ചെറിയമ്മയെ നോക്കി. ഉടുത്തിരുന്ന വയലറ്റ് സാരി നല്ല ഭംഗിയുണ്ട്. മണിച്ചിത്രത്താഴിൽ ശോഭന ഇതുപോലെ ഒരെണ്ണം ഉടുത്തതായി കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലും ഭംഗിയുണ്ട് ചെറിയമ്മയെ കാണാൻ. നിലാവിൽ ചരിഞ്ഞു കിടക്കുന്ന ചെറിയമ്മയുടെ സാരി ഞാൻ നോക്കിക്കിടന്നു. ചെറിയമ്മയുടെ അംഗലാവണ്യം സന്ധ്യ ചേച്ചിയുടേതിനേക്കാളും നല്ലതാണ്. സന്ധ്യരാജൻ മാമൻ്റെ മകളാണ്. ഉത്സവത്തിന് വന്ന സമയത്ത് കുളപ്പുരയിൽ എല്ലാവരും കൂടെ നീന്തി കുളിക്കുമ്പോൾ സൗന്ദര്യം കണ്ടിരുന്നത് ഞാൻ അപ്പോൾ ഓർത്തു. ഫാനിൻ്റെ കിരികിരിപ്പിൽ ഇളം കാറ്റ് ചെറിയമ്മയുടെ വിരിച്ചിട്ട മുടിയിഴകളെ തെന്നി തഴുകുന്നുണ്ട്. ചെന്നിയുടെ അവിടെ മുടി നല്ല ചന്തമുണ്ട് കാണാൻ. കൈകളും മടക്കി തലയിൽ വെച്ചാണ് കിടക്കുന്നത്. സാരി അത്യാവശ്യം പൊങ്ങിക്കിടക്കുന്നത് കൊണ്ട് സ്വർണത്തിൻ്റെ പാദസരം കിടക്കുന്നത് കാണാനും നല്ല ഷെയിലുണ്ട്. അതൊന്ന് തൊട്ടു നോക്കാൻ എന്തോ എനിക്കിപ്പോൾ തോന്നുന്നു. മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ഈ അഭൗമ സുന്ദരിയെ എത്ര നേരമെന്നാണ് നോക്കിയിരിക്കാൻ കഴിയുക? ഞാൻ അടുത്തേക്ക് നീങ്ങിച്ചെന്ന് ചെറിയമ്മയുടെ പാദസരത്തിലൊന്ന് തൊട്ടു നോക്കി. റോസ് നിറത്തിലുള്ള പാദങ്ങൾ. എനിക്കത് കണ്ടപ്പോൾ നിലത്തിരുന്നു കൊണ്ട് പാദം കൊണ്ട് കവളിലുരസാൻ തോന്നി. ആ മിനുസമെന്നറിയാൻ വേണ്ടി മാത്രം. ഞാൻ പാദസരത്തിൽ തൊട്ടപ്പോൾ ചെറിയമ്മ കമിഴ്ന്നു കിടന്നു. അപ്സരസ് പോലെ കിടക്കുന്ന ചെറിയമ്മയുടെ അംഗലാവണ്യം കാണുമ്പോൾ എനിക്ക് ശരീരത്തിൽ ചൂട് കൂടുന്ന പോലെ തോന്നി. ആകെ മൊത്തം ഒരു വല്ലായ്മ. ഞാൻ കട്ടിലിൻ്റെ അറ്റത്തേക്ക് തന്നെ കിടന്നു. ചന്ദ്രൻ ചെറിയച്ഛൻ ഭാഗ്യവാൻ തന്നെ.
ഇത്രയും സുന്ദരിയായൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റിയതിൽ. ജോലിയൊക്കെ കിട്ടി ഇതുപോലെ ഒരു പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണം എന്ന മോഹവുമായി ഞാൻ വീണ്ടും കണ്ണടച്ചു കിടന്നു. അതിന് ചെറിയമ്മ തന്നെ വേണമെന്ന് വാശിയാണ്. പിറ്റേന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് രാവിലെ ഞാൻ പതിയെയാണ് എണീറ്റത്. അടുക്കളയിൽ ചെല്ലുമ്പോൾ 3 ചെറിയമ്മമാരും കൂടെ ചിരിയും കളിയുമായി ജോലിയിലാണ്. രേണുക ചെറിയമ്മ കയ്യിൽ എണ്ണ എടുത്തുകൊണ്ട് തലയിൽ തേക്കുന്നു. എന്നെ കണ്ടതും സിന്ധു ചെറിയമ്മ ചിരിച്ചുകൊണ്ട് പാലെടുത്ത് പിച്ചള ഗ്ലാസ്സിൽ നീട്ടിത്തന്നു. സിന്ധു ചെറിയമ്മയുടെ മകൾ ചിന്നു ഒക്കെ തിരിക്കുന്നുണ്ട്. ചിന്നുവിന് എന്നെ വലിയ കാര്യമാണ്. 5 വയസ്സുണ്ട് അവൾക്ക്. കിച്ചു, നീ കുളപ്പുരയിലേക്ക് പോവാണോ? സിന്ധു ചെറിയമ്മ ചോദിച്ചു. പോണം. രേണുകയ്ക്ക് വഴുക്കാത്ത പടവൊന്ന് കാണിച്ചു കൊടുക്കണേ കിച്ചു. ശരി ചെറിയമ്മേ. സിന്ധു ചെറിയമ്മയ്ക്കും മഞ്ജു ചെറിയമ്മയ്ക്കും രേണുക ചെറിയമ്മയുടെ ചെറിയ കുശുമ്പുണ്ട്. രേണുക ചെറിയമ്മയ്ക്ക് 2 ഉയരവും നിറവും ഉള്ളത് കൊണ്ടാവണം എന്ന് ഞാൻ ഊഹിച്ചു. എൻ്റെ ക്ലാസ് കാലിയായി എന്ന് കണ്ടപ്പോൾ രേണുക ചെറിയമ്മ മുടി ഉച്ചിയിൽ കെട്ടിവെച്ചുകൊണ്ട് എന്നോട് ചിരിച്ച് പോകാമെന്ന് പറഞ്ഞു. ഞാൻ തോർത്തെടുത്ത് വരുമ്പോഴേക്കും ചിന്നു ഞാനും വരുന്നു എന്ന് വാശി പിടിച്ചു. മോൾക്ക് അമ്മയുടെ കൂടെ കുളിച്ചാൽ പോരെ എന്ന് സിന്ധു ചെറിയമ്മ ചോദിച്ചപ്പോൾ എനിക്ക് കിച്ചൂട്ടൻ്റെ ഒപ്പം കുളിച്ചാൽ മതിയെന്ന് അവൾ ചിണുങ്ങി പറഞ്ഞപ്പോൾ ഞാൻ അവളെയും വാരിയെടുത്ത് വീടിൻ്റെ പിറകിലെ കുളപ്പുരയിലേക്ക് നടന്നു. രേണുക ചെറിയമ്മ സോപ്പും പിന്നെ അലക്കാനുള്ള തുണികളും എടുത്ത് എൻ്റെ പിറകിലും. ഞാനിടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചെറിയമ്മ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ നോക്കി നടക്കുന്നു. ആദ്യമായാണ് ചെറിയമ്മ കുളപ്പുരയിലേക്ക് വരുന്നതെന്ന് തോന്നി. ഇത്ര ദിവസവും കുളിമുറിയിലായിരുന്നു ആളുടെ കുളി. ടൗണിൽ ജീവിച്ച കുട്ടിയാണ് ചെറിയമ്മ. എങ്കിലും പഴമയുടെ സൗന്ദര്യം ചെറിയമ്മയുടെ മുഖത്തും ജീവിതശൈലിയിലും ഉണ്ടായിരുന്നു. കുളപ്പുര എത്തിയപ്പോൾ ഞാൻ ആദ്യം പടവിൽ വഴുക്കാത്ത ഇടമൊക്കെ കാണിച്ചു കൊടുത്തു. ചിന്നു പടവിലിരിക്കുകയാണ്. ചെറിയമ്മ വയലറ്റ് സാരിയുടെ മുന്താണി അഴിച്ചുകൊണ്ട് നിലത്തിട്ടു. എന്നെ നോക്കിയപ്പോൾ ഞാൻ ചെറിയമ്മയെ തന്നെ ഇമ വെട്ടാതെ നോക്കുകയാണ്. എന്നോട് പിരികമുയർത്തി എന്തേ എന്ന ഭാവത്തിൽ ചോദിച്ചു. ഞാൻ ചുമൽ കൂച്ചി. കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു. കാര്യം സിന്ധു ചെറിയമ്മയോ മഞ്ജു ചെറിയമ്മയോ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ 1 മിനിറ്റ് കണ്ണടച്ച് പിടിച്ചപ്പോൾ ചെറിയമ്മ ആ സമയം കൊണ്ട് ആ മേനിയിൽ പൊതിഞ്ഞ ബ്ലൗസ് അഴിച്ച് കാണുമെന്ന് തോന്നി. കാണാനുള്ള മോഹം കൊണ്ടാണോ അറിയില്ല, ഞാൻ ഒരു കണ്ണ് തുറക്കാൻ പോയതും ചെറിയമ്മ അത് നോക്കിയിരിപ്പായിരുന്നു. കിച്ചു വേണ്ട എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കപ്പോൾ ചെറിയമ്മയെ ഒന്ന് കളിപ്പിക്കാൻ തോന്നി. ഞാനപ്പോൾ ഒന്നും മിണ്ടിയില്ല. കണ്ണ് തുറന്നോട്ടെ ചോദിച്ചപ്പോൾ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കള്ളി. ഞാൻ വേഗമെന്ന് പറഞ്ഞ് എണീറ്റു. പിന്നെ കണ്ണടച്ചുകൊണ്ട് തന്നെ അയ്യോ സർപ്പത്തിൻ്റെ സീൽക്കാരം എന്ന് നിലവിളിച്ചു. അയ്യോ എന്നൊരു നിലവിളിയും ഒപ്പം വെള്ളത്തിൽ എന്തോ വീഴുന്നതറിഞ്ഞപ്പോൾ ഞാൻ കണ്ണ് തുറന്നു ചിരിച്ചു. ചെറിയമ്മയ്ക്ക് ഞാൻ കളി പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അപ്പോൾ ഉണ്ടായില്ല. പറ്റിയ അമളി കൊണ്ട് എന്നെ അപ്പോൾ വഴക്കും പറഞ്ഞില്ല. പകരം എന്നോട് പിടിച്ചു കയറ്റാൻ വേണ്ടി വിളിച്ചു. എൻ്റെ ഒപ്പം കാല് നീട്ടിയിരിക്കുന്ന ചിന്നു അന്നേരം അയ്യോ ചെറിയമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞു. കഴുത്ത് വരെ വെള്ളമുള്ളതിനാൽ ചെറിയമ്മ പൂർണ്ണമായി നനഞ്ഞിരുന്നു. ഞാൻ പടവിലേക്ക് ഇറങ്ങിച്ചെന്നു. മാറിൽ കെട്ടിയ തോർത്ത് പടവിൽ വീണ് കിടക്കുന്നുണ്ട്. ഞാൻ തോർത്തെടുത്ത് കൊടുക്കുമ്പോൾ ചെറിയമ്മ എന്നെ നാണത്തോടെ നോക്കി. ചെറിയമ്മ ഒന്ന് ഞെട്ടി എവിടെ സർപ്പമെന്ന് ചോദിക്കുമ്പോൾ പറ്റിച്ചേ എന്ന് പറയാനായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ നടന്നത് തിരിച്ചാണല്ലോ. ചെറിയമ്മ കുളത്തിൽ തന്നെ അനങ്ങാതെ നിന്ന് എന്നോട് വലം കൈ നീട്ടി തോർത്ത് വാങ്ങിച്ചു. ഞാനൊരു മിന്നായം പോലെ ചെറിയമ്മയുടെ രൂപം തെളിവെള്ളത്തിൽ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു തരിപ്പ് തോന്നി. ചിരിയും സന്തോഷവും തെല്ലാവേശം കാരണം എനിക്ക് എന്തെല്ലാമോ ഒക്കെ തോന്നിപ്പോയി. ആരും കൊതിക്കുന്ന സൗന്ദര്യത്തെയാണ് ഞാനിപ്പോൾ ഒരു നിമിഷം കണ്ടത്. വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ തിരിഞ്ഞ് ചിന്നുവിൻ്റെ അടുത്തിരുന്നപ്പോൾ ചെറിയമ്മ തോർത്തുകൊണ്ട് മാറിൽ കെട്ടി എന്നിട്ട് പടവിലേക്ക് കയറിക്കൊണ്ട് തിരിഞ്ഞു നിന്ന് അടിപ്പാവാട മുകളിലേക്ക് കയറ്റി കെട്ടി തോർത്തു പിഴിഞ്ഞുകൊണ്ട് പടവിലേക്ക് വെച്ചു.
ഞാൻ അന്നേരം ചിരിക്കുമ്പോഴും ചെറിയമ്മ എന്നെ ഒരു കുസൃതി ചിരിയോടെ നോക്കുന്നുണ്ടായിരുന്നു. ചെറിയമ്മ അടിവസ്ത്രങ്ങളും മറ്റും കല്ലിൽ അലക്കി കഴിഞ്ഞ് വെള്ളത്തിൽ പയ്യെ പൂർണ്ണമായും ഇറങ്ങി ഒരു വട്ടം നീന്തി. ചെറിയമ്മയുടെ കഴുത്തും നീളൻ മുടിയുമെല്ലാം വെള്ളത്തിൽ കിടക്കുമ്പോൾ പ്രത്യേക ചന്തമായിരുന്നു. ചെറിയമ്മ പടവിലിരുന്നു കൊണ്ട് മഞ്ഞൾ മുഖത്ത് തേക്കാൻ തുടങ്ങി. അതും കഴിഞ്ഞ് പയറുപൊടി കയ്യിലും തോളിലും തേക്കുന്നതും ഞാൻ കൊതിയോടെ നോക്കിയിരുന്നു. ചെറിയമ്മ അതറിഞ്ഞ ഭാവത്തിൽ എന്നെ തിരിഞ്ഞൊന്ന് നോക്കി ചിരിച്ചു. കണങ്കാലിലും മുട്ടുവരെ ചെറിയമ്മ പയറുപൊടി തേച്ചുകൊണ്ട് കഴുത്തിൽ പൈ പൊക്കിക്കൊണ്ട് ഒന്നുരച്ച ശേഷം പതിയെ കുളത്തിലേക്കിറങ്ങി ഒന്നുകൂടെ നീന്തി വന്നു. ചെറിയമ്മ കുളി കഴിഞ്ഞ് തോർത്തുമ്പോൾ ഞാൻ പടവിലെ കല്ലുകൾ ഓരോന്നായി കുളത്തിലേക്ക് എറിഞ്ഞ് രസിക്കുകയായിരുന്നു. ചിന്നു കുളത്തിലെ പരൽമീൻ കൽപ്പടവിൻ്റെ അരികിൽ കളിക്കുന്നത് നോക്കി നിൽക്കുകയും, കിച്ചു നീ കുളിക്കുന്നില്ലേ? ഞാൻ ധൈര്യമായി മുണ്ടഴിച്ചു, ഷർട്ടും അഴിച്ചു. അടിവസ്ത്രത്തിൻ്റെ മേലെ തോർത്തുടുത്തുകൊണ്ട് കുളത്തിലേക്ക് ഞാൻ ചാടി. ചിന്നുവിനെ ചെറിയമ്മ കുളിപ്പിച്ചു. ഞാൻ നല്ലപോലെ നീന്തിയാണ് കുളിക്കുക. കുളിയും കഴിഞ്ഞ് ഞാനും ചിന്നുവും മുമ്പിൽ നടന്നപ്പോൾ ചെറിയമ്മ എൻ്റെ പിറകിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, നീ അതാരോടും പറയില്ലേ കിച്ചു? എന്ത്? ഞാനൊന്നും അറിയാത്ത പോലെ ചോദിച്ചു. അത് നീ എന്നെ പറ്റിച്ചത്. ഞാൻ പറയില്ല. അന്ന് പക്ഷേ ചെറിയമ്മ പിന്നെ എന്നോട് അധികമൊന്നും മിണ്ടിയതേയില്ല. അപ്പോൾ എനിക്കും തോന്നി ചെറിയമ്മയെ വട്ട് കളിപ്പിക്കണ്ടായിരുന്നു എന്ന്. ആളൊരു പാവമാണെന്ന് എനിക്കറിയാം. പക്ഷേ വിചാരിച്ച അത്രയും പാവമല്ല എന്നുറപ്പിക്കാൻ എനിക്കന്ന് കിടക്കുന്നവരെ കാക്കേണ്ടി വന്നു. രാത്രി അത്താഴം കഴിഞ്ഞ് ഞാൻ കിടക്കാൻ നേരം ചെറിയമ്മ കുറേ നേരം ജനാലയ്ക്കരികിൽ തന്നെ നിന്നു. ദൂരെ നിന്നുള്ളൊരു കീർത്തനത്തിൽ ലയിച്ചങ്ങനെ. പക്ഷേ ഞാൻ അപ്പോഴും ചെറിയമ്മയുടെ പിന്നഴകിലേക്ക് 1-2 തവണ നോക്കിയിരുന്നു. ചെറിയമ്മ ഞാൻ ഉറങ്ങിയോ എന്നറിയാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയതും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കൃത്യമായി ചെറിയമ്മ കണ്ടു. പക്ഷേ ചെറിയമ്മ വികൃതമായി എന്നെ ഒന്ന് നോക്കി ചിരിച്ച ശേഷം അഴിച്ചിട്ട മുടി കവിളത്തൂടെ ഒന്ന് തഴുകിയ ശേഷം കിടക്കാൻ എൻ്റെ ഒപ്പം കിടന്നു. പക്ഷേ ഞങ്ങൾ രണ്ടാളും ഉറങ്ങിയതേയില്ല. ഏറെ നേരം കഴിഞ്ഞപ്പോൾ ചെറിയമ്മ എൻ്റെ കൈ കോർത്തു പിടിച്ചു. അപ്പോഴും ഒന്നും മിണ്ടിയതേയില്ല. പക്ഷെ അധികം വൈകാതെ ചെറിയമ്മ ഉറങ്ങിയെന്ന് എനിക്കുറപ്പായി. ഉള്ളിൽ നല്ല സങ്കടവും എനിക്കുണ്ട്. പക്ഷേ ഈ മോഹിപ്പിക്കുന്ന സൗന്ദര്യം കാരണം എൻ്റെ പ്രായത്തെ മറന്ന് എനിക്ക് എന്തൊക്കെയോ ചെയ്യാനും തോന്നുന്നു. പിറ്റേന്ന് കമിഴ്ന്ന് കിടക്കുന്ന എന്നെ ചന്തയിൽ തട്ടി ഉണർത്തിയത് ചെറിയമ്മയായിരുന്നു. വളകിളിക്കത്തിൻ്റെ ഒപ്പം സിന്ധു ചെറിയമ്മയുടെ മക്കളും കിലുകിലെ ചിരിക്കുന്നു. ഞാൻ പയ്യെ കണ്ണു തുറന്നു. നേരെ 9 ചെറിയമ്മ തലയിൽ എണ്ണയും തേച്ച് കുളിക്കാനായി എന്നെ കൂട്ടാൻ വന്നിരിക്കുകയാണ്. ചെറിയമ്മയുടെ മുഖത്തെ നാണം വായിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പരാജിതനാവുകയായിരുന്നു. കുളപ്പുരയിൽ വെച്ച് എന്നോട് കണ്ണടയ്ക്കാൻ അന്ന് പറഞ്ഞില്ല. എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഇളം നീല നിറമുള്ള സാരിയുടെ മുന്താണി കൽപ്പടവിലേക്ക് വീണു. എന്തൊരു മുതലാണിത്! എത്ര തിന്നാലും മതിവരാത്ത പെണ്ണ് തന്നെ ഇവൾ. ഓരോന്ന് കണ്ടു തുടങ്ങിയതും ഞാൻ പടവിൽ നിന്ന് എണീറ്റ് ഒറ്റ ഓട്ടം കൊടുത്തു. മുറിയിലേക്ക് ഓടി വാതിലടച്ച് കട്ടിലിൽ കിടന്നു. ചെറിയമ്മയുടെ മുഖമാണ് മനസ്സിൽ. ചെറിയമ്മയോടുള്ള പ്രേമം കൂടിക്കൂടി വരികയായിരുന്നു. എൻ്റെ മാത്രമാണ് എന്ന തോന്നൽ അത്രമേൽ ആ നിമിഷങ്ങളിൽ തലയിൽ വേരിറക്കിയിരുന്നു. 10 മിനിറ്റ് ക്ഷീണം മൂലം കണ്ണടച്ച് കിടക്കുമ്പോഴും പക്ഷേ എൻ്റെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു. എണീറ്റ ശേഷം കുളപ്പുരയിലേക്ക് തിരികെ ചെല്ലുമ്പോൾ ചെറിയമ്മ എന്നെ വഴക്ക് പറഞ്ഞു. തനിച്ചാക്കി പോയതിന് ആൾ എൻ്റെ ചെവിയിൽ നുള്ളുകയും ചെയ്തു. ബക്കറ്റിലെ തുണികളെല്ലാം ഇതിനോടകം അലക്കിയിരുന്നു. അതിനുശേഷം ചെറിയമ്മ കുളിക്കാൻ തുടങ്ങുകയായിരുന്നു. ഞാൻ ചെന്നപ്പോൾ എന്നോട് തുണി അഴിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ അലക്കിക്കോളാം എന്ന് പറഞ്ഞെങ്കിലും ചെറിയമ്മ അത് സമ്മതിക്കാതെ ബലമായി എൻ്റെ തുണി അഴിച്ചു. ഷർട്ടും മുണ്ടും അലക്കുന്ന നേരം ഞാൻ തോർത്തു മാത്രമിട്ട് കുളത്തിലേക്ക് ചാടി. ചെറിയമ്മ അലക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ വസ്ത്രങ്ങൾ മണത്തു നോക്കുന്നത് ഞാൻ കണ്ടതും വെള്ളത്തിലേക്ക് മുങ്ങി. ചെറിയമ്മ കള്ളച്ചിരിയോടെ ആ നിമിഷത്തെ നുരപതിയിൽ ഒളിപ്പിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ചെറിയമ്മയ്ക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന്. ശേഷം ഞാൻ കളിക്കാൻ പോയി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നപ്പോൾ അടുക്കളയിൽ സിന്ധു ചെറിയമ്മയായിരുന്നു. അവരെനിക്ക് വിളമ്പി തന്നു. പിന്നെയും ഞാൻ കളിക്കാൻ പോയി. വൈകിട്ട് വന്നപ്പോൾ രേണുക ചെറിയമ്മ ചായയും ഉണ്ണിയപ്പവും തന്നു.
അന്ന് രാത്രി ഉറപ്പായും ചെറിയമ്മയോട് ചിലതൊക്കെ ചോദിക്കണം എന്ന് ഞാൻ കണക്ക് കൂട്ടി. കിടക്കാൻ നേരം വലിയ ഗമയിൽ മുറിയിലേക്ക് ചെറിയമ്മ വന്നു. എൻ്റെ അടുത്ത് കിടന്ന ശേഷം വലിയ അധികാരത്തോടെ എൻ്റെ കയ്യിൽ തൊട്ടു. ഞാൻ കൈ വലിച്ചതും ചെറിയമ്മ കൈ കോർത്തുകൊണ്ട് വല്ലാതെ കിതച്ചു. ചരിഞ്ഞു കിടന്ന് നോക്കിയ ഞാൻ ചെറിയമ്മയുടെ ചുണ്ട് വിടരുന്നത് കണ്ടു. എനിക്കെന്തോ ചെറിയമ്മയുടെ മുഖം കാണുമ്പോൾ വിയർപ്പിങ്ങനെ പൊടിയുന്നത് പോലെ തോന്നി. ചെറിയമ്മയുടെ കൈകൾ എന്നെ ചുറ്റി വരിഞ്ഞതും പെണ്ണിൻ്റെ സാമീപ്യം എൻ്റെ ഞരമ്പുകളെ ഉണർത്തി. കിച്ചു, ഞാനൊരു കൂട്ടം ചോദിച്ചാൽ നേര് പറയുമോ നീ? പറയാം. ചെറിയമ്മ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എൻ്റെ മൂക്കിൽ മൂക്കുണ്ടുരസി. ഇന്നെങ്ങോട്ടേക്കാ കുളപ്പുരയിൽ നിന്ന് കിച്ചു ഓടിയേ? അത് ഞാൻ എണ്ണ തേക്കാൻ മറന്നപ്പോൾ. സത്യം പറയണ്ട കിച്ചൂട്ടാ. ചെറിയമ്മ എൻ്റെ മൂക്കിൽ ചുണ്ടമർത്തിയൊരു കടി തന്നു. പറയാം, പറ. ചെറിയമ്മയുടെ കിതപ്പ് വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു. എനിക്കും പറയാതെ നിവൃത്തിയില്ലെന്ന് ഞാൻ ഓർത്തു. ചെറിയമ്മ അങ്ങനെ കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് പറഞ്ഞു, കള്ള, അപ്പോൾ ചെറിയമ്മയെ കിച്ചുവിന് ഒരുപാട് ഇഷ്ടമാണല്ലേ എന്ന് കേട്ടപ്പോൾ കണ്ണ് തുറക്കാതെ തന്നെ ഞാൻ തലയാട്ടി. എന്നിട്ട് ഓടി തനിച്ചിരുന്ന് എന്താ ചെയ്തേ കിച്ചു? അത് ഞാൻ പറയില്ല. ഷോ, കണ്ണ് തുറക്ക്, എന്തിനാ നാണിക്കുന്നേ? ചെറിയമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കൈകൾ കൊണ്ട് മുതുകിലൂടെ തലോടിക്കൊണ്ടിരുന്നു. ചെറിയമ്മ ആരോടേലും പറയുമോ? ഇല്ലടാ കുട്ടാ. കിച്ചു എന്നോട് ഒന്നും മുളിക്കാതെ പറഞ്ഞ ചെറിയമ്മ ഒരു സമ്മാനം തരാം. സത്യം? ഞാൻ പതിയെ മുഖമുയർത്തി. ചെറിയമ്മേ, ഞാൻ അവിടുന്ന് വേഗം ഓടി. എന്നിട്ട് മുറിയിൽ വന്നിട്ട് ചെറിയമ്മയുടെ നെറ്റിയിലും വിയർപ്പൊഴുകിക്കൊണ്ടിരുന്നു. എനിക്കും പേടി കൂടാതെ പറയാൻ ആ നിമിഷം മനസ്സ് പ്രാപ്തമായിരുന്നു. ചെറിയമ്മയെ ഓർത്ത് ചുമ്മാ കിടന്നു. മനസ്സ് മുഴുവൻ ചെറിയമ്മയായിരുന്നു. എന്ത് ചെയ്തു? പോ ചെറിയമ്മേ. ഞാൻ ചെറിയമ്മയെ നോക്കിക്കൊണ്ട് കിണങ്ങി. അതെ ചെറിയമ്മേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്നോട് ദേഷ്യപ്പെടില്ലെന്ന് പറ. എന്താ സംഭവം? ദേഷ്യം വരുമോ ചെറിയമ്മയ്ക്ക്? ചെറിയമ്മ എൻ്റെ കവളിൽ കവൾ ചേർത്ത് പറഞ്ഞു, ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാ. ചുമ്മാ. ചെറിയമ്മ എന്നെ ഒന്നുകൂടെ ഇറുകെ പുണർന്നു. ചെറിയച്ഛൻ എന്തിനാ ചെറിയമ്മയെ കരയിച്ചത്? എന്നെ പൊതിഞ്ഞ കൈകൾ പതിയെ പതിയെ അയയുന്നത് തിരിച്ചറിയുകയായിരുന്നു. ആ നിമിഷം ചെറിയമ്മയുടെ മുഖം വീണ്ടും കണ്ണീർ കൊണ്ട് നനഞ്ഞു. അയ്യോ, കരയില്ലേ ചെറിയമ്മേ. ഞാൻ കണ്ണീർ തുടച്ചു. എനിക്കെന്തോ സഹിക്കാൻ കഴിഞ്ഞില്ല. ഇനി കരഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയും ചെറിയച്ഛൻ ചെറിയമ്മയെ കരയിച്ചു എന്ന്. കിച്ചു, നീ എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ പുറത്തല്ലേ കിടക്കുന്നത്. അന്നത് കേട്ടപ്പോൾ എനിക്ക് പിന്നെ ഉറക്കം വന്നില്ല. ശരി, കിടക്കാൻ നോക്ക്. ഇനി ഇതേക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കരുത്, കേട്ടല്ലോ കിച്ചൂട്ടൻ? മതി, ഉറങ്ങിക്കോ. നാളെ നേരത്തെ എണീക്കണം. അമ്പലത്തിൽ പോകണമെന്ന് മുത്തശ്ശി പറഞ്ഞിരുന്നു. ഞാനും വരും. വന്നോ? ചെറിയമ്മയുടെ മാദക സൗന്ദര്യത്തെ മതിവരുവോളം ആസ്വദിച്ച് ഞാൻ ആ രാത്രി വിളിപ്പിച്ചു. പിറ്റേന്ന് നേരം പുലരുമ്പോൾ ചെറിയമ്മ. കുറേ നാൾക്ക് ശേഷം ഇന്നലെയാണ് ഞാൻ സുഖമായിട്ട് ഉറങ്ങിയത്. അതിനെന്താ, ചെറിയച്ഛൻ വരുന്നവരെ നമുക്കൊന്നിച്ച് കിടക്കാമല്ലോ. മതി, എണീക്ക്, കുളിച്ചിട്ട് വരാം. നേരം ഏതാണ്ട് 7 മണി ആയതേ ഉള്ളൂ. ഞാനും ചെറിയമ്മയും കൈപിടിച്ചുകൊണ്ട് താഴേക്കിറങ്ങി. പിന്നെ കുളപ്പുരയിലേക്ക് നടന്നു. ചെറിയമ്മയും ഞാനും ഒന്നിച്ച് തന്നെ നീന്തി. വെള്ളം നനഞ്ഞ ചെറിയമ്മയുടെ ശരീരവും കൊഴുത്തരക്കെട്ടും ഏറെ നേരം ഞാൻ നോക്കി നിന്നു. തലതൂർത്തുന്ന നേരം ചെറിയമ്മയുടെ മുടിയിലെ വെള്ളം മഴത്തുള്ളികൾ പോലെ പടവിലെ നനുത്ത പായയിൽ വീണുകൊണ്ടിരുന്നു. വളകളുടെ കിലുക്കവും ചെറിയമ്മയുടെ മുഖത്തെ ചിരിയും ഏതാണ് കാതുകൾക്ക് കുളിർമയേകുന്നതെന്ന് എനിക്ക് ഉറപ്പിക്കാൻ വയ്യായിരുന്നു. അമ്പലത്തിലേക്ക് പോകാൻ നേരം ചെറിയമ്മ മുണ്ടും ധൈര്യമായിരുന്നു ഉടുത്തത്. അന്നേരം ഒരു കുസൃതി ചെയ്തതും ചെറിയമ്മ എൻ്റെ ചെവിയിൽ പിടിച്ച് തിരുമ്മി. പകൽ ഇങ്ങനെയൊന്നും വേണ്ടാന്ന് ചെറിയമ്മ എന്നെ താക്കീത് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാമായിരുന്നു. അങ്ങനെ മുത്തശ്ശിയോടൊപ്പം വരമ്പത്തൂടെ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നു.
ശേഷം ഞാൻ കോളേജിലേക്കും പോയി. പരീക്ഷ എടുക്കാറായിരുന്നു. ക്ലാസ്സിലിരുന്നിട്ട് വല്ലാത്ത മടുപ്പ്. വീട്ടിലായിരുന്നേൽ ചെറിയമ്മയെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് പൊതിയിലെ ചോറ് കൊണ്ട് വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ വീട്ടിലേക്ക് ഊണിനും പോകാമായിരുന്നു. സത്യത്തിൽ ചെറിയമ്മ എൻ്റെ മനസ്സിലെ ഭാര്യയായി മാറുകയാണെന്നും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ നേരം വിശ്വമാവൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ചേട്ടനാണ്. ഇടയ്ക്ക് വീട്ടിലേക്ക് വരും. മൂപ്പർ ഇവിടെ അടുത്തൊരു തോട്ടം വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാനാണ്. വാഴക്കുലയോ മറ്റോ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്യും. ഞാൻ സൈക്കിളിൽ നിന്ന് വീണത് മുത്തശ്ശി പറഞ്ഞതും ശ്രദ്ധിച്ചോടിക്കണമെന്നൊക്കെ അമ്മാവൻ ഉപദേശിച്ചു. അമ്മാവനുമായി ഉമ്മറത്തിരുന്ന് സംസാരിച്ചിരിക്കുന്ന നേരം രേണുകയെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുകയുണ്ടായി. മുത്തശ്ശിയാണ് പറഞ്ഞത്, കുട്ടിക്ക് തലവേദനയാ മറ്റോ ആണ്, കിച്ചു നീ പോയി വിളിക്കുന്നു. ഞാനത് കേട്ടത് മുകളിലേക്ക് നടന്നു. ചെറിയമ്മ കട്ടിലിൽ ചരിഞ്ഞ് കിടപ്പായിരുന്നു. ഞാനും അരികിലിരുന്നു. ചെറിയമ്മയെന്ന് വിളിച്ചതും കണ്ണു തുറന്നു. തലവേദന കുറവുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ചെറിയമ്മ കട്ടിലിൽ എണീറ്റിരുന്നു കൊണ്ട് മുടി ഉച്ചിയിൽ കെട്ടിവെച്ചു. ദേ അമ്മാവൻ വന്നിട്ടുണ്ട്, ചോദിച്ചു. മുഖം കഴുകിയിട്ട് വരാട്ടോ എന്നും പറഞ്ഞ് ചെറിയമ്മ എൻ്റെ കവിളിലൊന്ന് മുത്തിയ ശേഷം എണീറ്റ് നടന്നു. വിശ്വനമ്മാവൻ ചായ കുടിക്കുകയായിരുന്നു. രേണുക ചെറിയമ്മയും ഉമ്മറത്തേക്ക് വന്നതും സുഖാണോ എന്നൊക്കെ വിശ്വനമ്മാവൻ ചോദിച്ചു. ചെറിയമ്മ ചിരിച്ച് തലയാട്ടി. ചന്ദ്രൻ എപ്പോഴാ വരിക? ആ ചോദ്യത്തിന് തല താഴ്ത്തിയാണ് അടുത്ത ഞായറാഴ്ച എന്ന് ചെറിയമ്മ മറുപടി പറഞ്ഞത്. മറ്റുള്ളവർക്ക് നാണിച്ചു പറയുന്നത് പോലെയായി തോന്നുമെങ്കിലും എനിക്ക് മനസ്സിലാക്കാമായിരുന്നു ഇഷ്ടത്തോടെയല്ല ചെറിയമ്മ അത് പറയുന്നതെന്ന്. കുട്ടിപ്പട്ടാളത്തിനും എനിക്കും 50 രൂപ വെച്ച് അമ്മാവൻ തരികയുണ്ടായി. അത് അമ്മാവൻ്റെ പതിവാണ്. അമ്മാവന് 2 പെൺമക്കളാണ്, ലേഖയും വിദ്യയും. 2 ആളുടെയും കല്യാണം കഴിഞ്ഞു. ഞാനന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയമ്മ അടുക്കളയിലെ ജോലിയും മുത്തശ്ശിക്ക് കാല് തിരുമ്പലും കഴിഞ്ഞ ശേഷം മുറിയിലേക്ക് വന്നു. ചെറിയമ്മയുടെ മുഖം മ്ലാനമായിരുന്നു. ചെറിയമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെറിയമ്മയുടെ വലങ്കൈ പിടിച്ച് ബെഡിലേക്കിരുത്തി. ഇക്കിളി ഇടട്ടെ എന്ന് ചോദിച്ചു. പഠിച്ചു കഴിഞ്ഞോ? ചെറിയമ്മ കണ്ണിലേക്ക് തന്നെ നോക്കി. ഇനിയും ദിവസമുണ്ടല്ലോ. ചെറിയമ്മ എൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് എൻ്റെ മുടിയിഴകളിൽ വിരലോടിച്ചു. കിച്ചു, എന്നെ എപ്പോൾ വേണമെങ്കിലും ചെറിയച്ഛൻ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അതുകൊണ്ട് നീ. സഹിക്കാൻ കഴിയാതെ ചെറിയമ്മയെ ഞാൻ ഇറുകെ പുണർന്നു. നിനക്കെന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ ചെറിയമ്മ പോകല്ലേ, എനിക്ക് പിന്നെ ആരാ? എന്നായാലും പോകേണ്ടതല്ലേ. അല്പനേരം ഞാനും ചെറിയമ്മയും ഒന്നും മിണ്ടിയതേയില്ല. നാളെ ക്ലാസ്സുള്ളതല്ലേ, വാ കിടക്കാം. ചെറിയമ്മ എന്നെയും പിടിച്ചുകൊണ്ട് ചെരിഞ്ഞു. എനിക്ക് ചെറിയമ്മയെ ജീവനാ. എനിക്കും. നീ പഠിച്ച് ജോലി കിട്ടിയിട്ട് നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം. എനിക്കാരും വേണ്ട. പിന്നെ ചെറിയമ്മ മതി എനിക്ക്. ഷോ, ഇങ്ങനെയൊരു ചെക്കൻ. ഞാൻ ഒരു തവണ കല്യാണം കഴിഞ്ഞതല്ലേ. പക്ഷെ ചെറിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നെയല്ലേ. ചെറിയമ്മ കഴുത്തിലെ താലിമാലയുടെ ലോക്കറ്റിൽ വിരൽ കൊണ്ട് വരച്ച ശേഷം എൻ്റെ മുഖത്തേക്ക് നോക്കി. ചെറിയമ്മയുടെ മനസ്സിലാകെ എന്നോടുള്ള ഇഷ്ടവും ചെറിയച്ഛനോടുള്ള ദേഷ്യവുമാണെന്ന് ഞാൻ മനസ്സിലാക്കി. നിസ്സഹായ അവസ്ഥയിൽ പെട്ടുപോയ സ്ത്രീയുടെ മുഖത്തെ വിളറിയ ചിരിയിൽ ഞാനും വാക്കുകൾ കിട്ടാതെ വലഞ്ഞു. ചെറിയമ്മ പെട്ടെന്ന് തന്നെ കണ്ണു തുടച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ എന്തു പറഞ്ഞാലും കിച്ചു അതനുസരിക്കുമോ? ആ, അനുസരിക്കും. എങ്കിലേ ഇന്ന് നമുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാം. സത്യമാണോ? ചെറിയമ്മ മനസ്സ് തുറന്നു ചിരിച്ചു. ഞാനും. എപ്പോൾ കിടന്നെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ ഞാൻ ടെലഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ്റൊക്കെ ചെയ്യണം. എന്നിട്ടാണ് ഞാനത് ടെലഗ്രാമിലിടുള്ളൂ. അപ്പോൾ ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.